അക്കാഡമിക്കലായാലും പേഴ്സണലി ആയാലും PKPSC കോർണറിൻ്റെ നാഥൻ എന്ന് പറയുന്ന ആൾ എന്നെ പല ചാനലുകളിലെത്തി, പല വഴികളിലെത്തി, അവസാനം PKPSC കോർണറിലെത്തി. അത് കഴിഞ്ഞ് ഞാൻ സെക്രട്ടേറിയറ്റിലെത്തി. പെർസിസ്റ്റൻസ്, കണ്ടിന്യൂറ്റി വേണം. നമുക്കറിയാലോ, ഈ ആരുമില്ല ഇവിടെ, എല്ലാം ഫ്രീ ആയി 5:15 ലൈവായി ചൂടോടെ എല്ലാം കിട്ടി. ഫാമിലി ആണ് ഏറ്റവും ബേസായി എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തത്. ഡിസിഷൻ എടുക്കാനുള്ള കാരണം ബ്രോഡായിട്ടുള്ള കാരണങ്ങളാണ്. പ്രിപ്പയർ ചെയ്തു, എഴുതി, കിട്ടിയില്ല. PKPSC കോർണർ, ക്രാഫ്റ്റ് യുവർ ഫ്യൂച്ചർ. ഹലോ എവ്രി വൺ, വെൽക്കം ടു PKPSC കോർണർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളോടൊപ്പം സക്സസ് സ്റ്റോറി പങ്കുവയ്ക്കാനുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 51ാം റാങ്ക് കരസ്ഥമാക്കിയ യൂസഫാണ്. യൂസഫിനെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ അത്ര വലിയ ബുദ്ധിജീവി ഒന്നും അല്ല എന്നാണ്. ബുദ്ധിജീവി അല്ലാത്ത യൂസഫ് നേടിയത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ ഒരു ഗ്ലാമർ ജോലിയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നേടിയിട്ടുണ്ടാവുക? നമുക്ക് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ഏറ്റവും സ്നേഹത്തോടെ ലെറ്റസ് വെൽക്കം യൂസഫ്. അപ്പോൾ സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഒന്ന് സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ കണ്ണൂരുകാരനാണ്. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, അനിയത്തിമാർ, പിന്നെ സഹോദരനുണ്ട്. സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഞാനിവിടെ ഞാനും ഭാര്യയും താമസിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്നു. ഞാൻ പഠിച്ചതൊക്കെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. അതിനുശേഷം ഡിഗ്രി പഠിച്ചത് ബിടെക്കാണ്. ബിടെക്ക് കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അത്രയൊക്കെയാണ്. സോ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആവുന്നതിന് മുന്നേ ഉള്ള ഒരു ലൈഫും ജോലി കിട്ടിയിട്ടുള്ളൊരു അവസ്ഥ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പഠനം കഴിഞ്ഞ് വിദേശത്ത് പോയി 1 വർഷത്തോളം ജോലി ചെയ്തു. കോവിഡ് സമയത്ത് എല്ലാവരും ജോലിയില്ല. പ്രൈവറ്റ് മേഖലയാണെങ്കിൽ വളരെ ഭീഷണി നേരിടുന്ന സമയത്താണ് ഞാൻ ജോലി ഉപേക്ഷിച്ച് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു, PSCക്ക് ട്രൈ ചെയ്തു. പക്ഷേ PSC എക്സാം വിളിച്ചു, നോട്ടിഫിക്കേഷൻ തന്നു, പക്ഷേ എക്സാം നടക്കുന്നില്ല. അപ്പോൾ 2 വർഷം സ്ട്രഗിളായിരുന്നു. എക്സാമില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ് LD ക്ലർക്ക് എക്സാം. അപ്പോൾ വന്നു. LD ക്ലർക്ക് എക്സാം ഡിഫറെൻ്റ് ആയിരുന്നു, പാറ്റേൺ വളരെ വ്യത്യാസമായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ നോക്കി. ആദ്യം ഒരു കോച്ചിങ്, ഓഫ്ലൈനായിട്ടൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വർഷം കൊണ്ടുള്ളൊരു ട്രാക്കിൽ വരാൻ വേണ്ടി 1 വർഷം എടുത്തു. അപ്പോൾ ആ 1 വർഷം കൊണ്ട് ട്രാക്കിൽ വന്നു. അതിനുശേഷം സെൽഫ് പ്രിപ്പറേഷൻ നടന്നു. പിന്നെ വന്നത് ഓൺലൈൻ കോച്ചിങ്ങുകളാണ്. പല ഗ്രൂപ്പുകളിലുമായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്റ്റാഗ്നേഷനിൽ ഉണ്ടായിരുന്നൊരവസ്ഥയായിരുന്നു ജോലി കിട്ടുന്നതിന് മുന്നേ. അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം ലൈഫ് കളറായി എന്ന് വേണമെങ്കിൽ പറയാം. കളറായി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ ആയിരുന്നു. ഈ പ്രിപ്പറേഷനിൽ പ്രധാനമായിട്ട് നേരിട്ടിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? തീർച്ചയായും നമുക്ക് നമ്മുടെ PSC എന്ന് പറയുന്നത് PSC ആപ്ലിക്കേഷൻ വിളിക്കും. പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങും. കുറച്ച് ലോങ് ആയിട്ടുള്ള ജേണിയാണ്. ബാക്കി SSC പോലെ കണ്ടിന്യൂസ് ആയി റൊട്ടീനായി നടന്നുകൊണ്ടിരിക്കുക എന്നൊരവസ്ഥയായിരുന്നില്ല മുന്നേ. പക്ഷേ ആ ഒരു സമയത്ത്. പക്ഷേ ഇപ്പോൾ മാറി. അപ്പോൾ നമ്മൾ ഞാനൊന്നൊരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അലക്സാണ്ടർ ജേക്കബ് IPS സാറ് പെർസിസ്റ്റൻസ്, കണ്ടിന്യൂറ്റി വേണം. അപ്പോൾ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നു. നമ്മൾ പിടിച്ചു നിൽക്കുക. ആരൊക്കെ എവിടെയൊക്കെ ഒഴിവാക്കി പോയാലും നമ്മൾ നമ്മളെ ജേണിയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പിടിച്ചു നിന്ന് സ്റ്റേ ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജേണി പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ, ചില ആൾക്കാർ ചില ലിസ്റ്റിൽ കയറുമ്പോൾ ഒഴിവായി പോകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LD ക്ലർക്കിൽ എന്നേക്കാൾ നന്നായി പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു LD ക്ലർക്ക് ലാംഗ്വേജിൽ. പക്ഷേ അടുത്ത സെക്രട്ടേറിയറ്റ് വന്നപ്പോൾ അവരൊഴിവായി. നമ്മൾ സ്റ്റേ ചെയ്തു, കിട്ടി. ഇപ്പോൾ അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിന് ശേഷം നല്ല എക്സാമുകൾ നടന്നു. ഞാൻ വിട്ടു നിന്നു. അപ്പോൾ അന്ന് കിട്ടാത്തവർ അടുത്ത എക്സാമിൽ കയറി. അപ്പോൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാലാണ് റിസൾട്ട്. പെർസീവിയറൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന മെറ്റീരിയൽസ്, യൂസഫ് റെഫർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ നോക്കിയായിരുന്നു? ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സോഴ്സസ്? ഒരുപാട് റെഫറൻസ് മെറ്റീരിയൽസ് ഒന്നുമില്ല. വളരെ ചുരുങ്ങിയ റെഫറൻസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ടായി അല്ലെങ്കിൽ കൂടുതൽ റിവൈസ് ചെയ്ത് ആ ഒരു ഇതിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. ആദ്യം എഴുതുന്ന എക്സാം എന്ന് പറയുന്നത് LD ക്ലർക്ക് ആണോ? അല്ല,
ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് 2019 ആ സമയത്തായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഡിഗ്രി ലെവൽ എന്താണ്, എക്സാമുകളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രഗതി എന്ന് പറഞ്ഞൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി ചേർന്നു. എനിക്ക് എക്സാമുകളെ കുറിച്ച് അറിയില്ല, ഡിഗ്രി ലെവൽ എക്സാം ഉണ്ടോ 10th ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ആദ്യം വന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റാണ്. അപ്പോൾ അതിന് വേണ്ടി എഴുതി ഒരു 3 മാസത്തോളം പ്രിപ്പയർ ചെയ്തു, എഴുതി, കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിർത്തി, പിന്നെ സ്വന്തമായി അനലൈസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ LD ക്ലർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അതിനുശേഷം വന്ന എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും LD ക്ലർക്ക് പോലെയല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. LD ക്ലർക്ക് 56ാമത്തെ റാങ്കോട് കൂടി കണ്ണൂർ പാസ്സായ ആളാണ്. അപ്പോൾ LD ക്ലർക്കിലൊന്ന് ഡിഗ്രി ലെവൽ എക്സാമിലോട്ട് വരുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഡിഗ്രി ലെവൽ പ്രിപ്പറേഷൻസ് ഒക്കെ? അവിടെയാണ് നമുക്കറിയാലോ, ഈ ആരുമില്ല, ഒരു പുതിയ പാറ്റേൺ ആണ്. അപ്പോൾ ഒരു ഡിഗ്രി പഠിച്ച് എന്നുള്ള എനിക്കൊരു ഡിഗ്രി ലെവൽ ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഡിഗ്രി ലെവൽ ജോലിയെങ്കിലും കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അടുത്ത് വരുന്നത് നല്ലൊരു ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് അറിയാൻ കഴിഞ്ഞു. എങ്ങനെയോ ഞാൻ PKPSC കോർണറിൻ്റെ ഗ്രൂപ്പിൽ എത്തിപ്പെട്ടു. ഞാൻ എന്താ പറയുക, ഒരു അമിതമായി ഇത് പറയുന്നതല്ല, സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം വന്നതാണ്. അങ്ങനെ എത്തി. പക്ഷേ എന്നെ സംബന്ധിച്ച് 2 കാര്യങ്ങളിൽ ഇവിടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് അക്കാഡമിക്കലായാലും പേഴ്സണലി ആയാലും. PKPSC കോർണറിൻ്റെ നാഥൻ എന്ന് പറയുന്ന ആൾ എന്നെ പേഴ്സണലി ആയി എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാട്ടർ അതോറിറ്റിയിൽ അതിന് മുന്നേ OA ഡ്രൈവർ കം OA ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ആ റാങ്ക് എനിക്കൊന്ന് 26 റാങ്ക് ആയിരുന്നു. അപ്പോൾ ഈ സർവീസിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ പഠിക്കാം, ഇനി ഇൻറ്റൻസ് പ്രിപ്പറേഷൻ വേണമെങ്കിൽ സർവീസിൽ നിന്ന് എങ്ങനെ ലീവ് എടുക്കാം, അങ്ങനെയുള്ള പേഴ്സണലി ആയ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സപ്പോർട്ട് ഇവിടുന്ന് കിട്ടിയിരുന്നു, PK സാറിൻ്റെ അടുത്ത് കിട്ടിയിരുന്നു. അപ്പോൾ അതൊത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ പിന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കേസ് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആക്ട് ആ സമയത്ത് വന്ന ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക്കുകളായിരുന്നു. അപ്പോൾ അതൊന്നും ആരും കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പേര് പെയ്ഡ് ഉണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് ജോലി ഇല്ലാത്ത സമയമാണല്ലോ, അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള പെയ്ഡ് കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം ഫ്രീ ആയി, 5:15 ലൈവായി ചൂടോടെ എല്ലാം കിട്ടി. സ്ഥിരമായി ഫോളോ ചെയ്ത് ഒരു ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റി, നല്ലൊരു റിസൾട്ടിലോട്ട് എത്താനായിട്ട് പറ്റി എന്നുള്ളതാണ്. അപ്പം അക്കാഡമിക് ഹെഡിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് PK സാർ ഇപ്പോൾ നമുക്കറിയാം 20 വർഷത്തോളമായി ടീച്ചിങ് ഫീൽഡിൽ PSC പഠിപ്പിക്കുന്നു. അതല്ലാണ്ട് ഇപ്പോൾ വരുന്ന എക്സാമുകളിലടക്കം മുൻനിര റാങ്ക് 1 അടക്കം കരസ്ഥമാക്കിയിട്ട് മുന്നേറാണ്. അപ്പോൾ അക്കാഡമിക് ഹെഡിൻ്റെ ഒരു ഹെൽപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു? PK സാറിൻ്റെ ഹെൽപ്പ് ഉണ്ടോ? തീർച്ചയായും. എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ 2 തരത്തിലാണ് അദ്ദേഹത്തെ എനിക്ക്, ഒന്ന് അക്കാഡമിക്കലായാലും പേഴ്സണലി ആയാലും, ലീവ് എടുത്ത് പഠിക്കേണ്ടതായാലും, അപ്പോൾ എങ്ങനെ സർവീസിൻ്റെ ലീവുകളെക്കുറിച്ച് പോലും എൻ്റെ ഹയർ ഓഫീസേഴ്സിന് ഒരു ഐഡിയ ഇല്ലാതിരുന്ന സമയത്തും സാറ് എനിക്ക് LW അങ്ങനെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ടൊരു ഗൈഡൻഷിപ്പ് തീർച്ചയായും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ എക്സാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പഠനത്തിലുണ്ടായ മിസ്റ്റേക്ക് കാരണമായിരിക്കാം അത് കിട്ടാതെ പോയത്. ആ മിസ്റ്റേക്സ് പിന്നീട് തിരിച്ചറിഞ്ഞ് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയായിരുന്നു ആ ഒരു? കൂടുതൽ എനിക്ക് ആദ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് 2019 എഴുതി. എൻ്റെ കൂടെ ചെറിയൊരു ലെവൽ പ്രിപ്പറേഷനായിരുന്നു, ഒരു 3 മന്ത് സ്പാനിൻ്റെ ഒരു പ്രിപ്പറേഷനായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ആ ചോദ്യം നോക്കി, എവിടെ നിന്നൊക്കെ വരുന്നു എന്നുള്ള കാര്യം കൃത്യമായി നോക്കി. ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, ഇപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ളതും എല്ലാം ഓൺലൈനായിരുന്നു. കൂടുതൽ ഓഫ്ലൈൻ സംഭവങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ടും അധികം റിസോഴ്സ് ആരോട് ചോദിക്കാനുള്ളൊരു ആ സമയത്തില്ല. പിന്നെ അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ് വൈഡ് ഗ്രൂപ്പുകളൊക്കെ വന്നപ്പോഴാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ഉള്ളൊരു ഒരുപാട്. ഇപ്പോൾ അതിനൊക്കെ ഈ ഹെൽപ്ഫുള്ളാണ്, ഇപ്പോൾ ഇങ്ങനെയുള്ള ടെലഗ്രാം ഗ്രൂപ്പുകളെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ കൃത്യമായി സബ്ജക്റ്റ് പഠിക്കാൻ ശ്രമിച്ചു. ഓരോ യൂട്യൂബ് വീഡിയോ ആയാലും, ഇപ്പോൾ സാറിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, പൊളിറ്റിൻ്റെ ക്ലാസ്സൊക്കെ, ഓഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ ഓഡിയോ കേൾക്കും. അപ്പോൾ നമുക്കറിയാത്ത ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ആ സമയത്തായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രിപ്പറേഷനിൽ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ മുന്നിൽ എത്താൻ വേണ്ടിയിട്ട്? തീർച്ചയായും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിലാണ് നമ്മുടെ ഒരു സ്കോറിങ്
നിർണായകമാവുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്കറിയാത്ത നമ്മൾ ഈ PSC കുറച്ച് കാലം ഒരു 1-1.5 വർഷത്തോളം പഠിക്കാത്ത ഒരു ടോപ്പിക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനുള്ള ടെക്നിക്ക് ഇപ്പോൾ എക്സാമിന് കയറി ചെയ്തതിന് ശേഷം സർവീസിൽ വന്നപ്പോൾ ആക്ട് റൂള് പഠിക്കുമ്പോഴും അദ്ദേഹത്തോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് റിവിഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകിയിരുന്നു? ഞാൻ കൂടുതൽ റിവൈസ് ചെയ്യുക എന്നുള്ളൊരു അധികം സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും പുതിയ ടോപ്പിക്ക് പഠിക്കാനുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ പഠിച്ച പോർഷൻസ് റിവൈസ് ചെയ്യും. പഠിച്ചത് ഒരു ഉറപ്പിച്ച്, കാരണം കൂടുതലും സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിന് മുന്നേ കവർ ചെയ്തു പോകാത്തൊരു പോർഷൻസൊക്കെ വന്നു. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യുക, പഠിച്ചത് കുറച്ച് മിനിമം പഠിക്കുക, നന്നായി റിവൈസ് ചെയ്യുക, ആ ഒരു തരത്തിലായിരുന്നു പ്ലാൻ. ഓക്കെ, അപ്പം ഇനി എക്സാമിൻ്റെ സമയത്ത് ടെൻഷനൊക്കെ ഉള്ള ആളാണോ? എക്സാമിൻ്റെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എങ്ങനെയായിരുന്നു? അപ്പോൾ ഈ എക്സാമിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്നും ബാക്കിയുള്ളവരോടും കൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ സ്മാർട്ട് ആവണം നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഓവർ ഇതായി പറയുന്നതല്ല, നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പറ്റണം. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ച ആൻസർ മാത്രം വരില്ല. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഉപയോഗിച്ച് നമുക്ക് ആൻസർ കണ്ടെത്താനും പറ്റണം. എക്സാമിന് എങ്ങനെ ടെൻഷൻ ഫ്രീ ആയി ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ആ ദിവസം എന്ന് പറയുന്നത്, ആ ഒരു ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി വെച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് അന്ന് എല്ലാ ടെൻഷനും ഒഴിവാക്കി ഡയറക്റ്റ് കയറി അടിച്ചു. അപ്പോൾ കാൽക്കുലേറ്റഡ് ഗസ് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 50-50 ചാൻസ് എടുക്കാറുണ്ട്. തീർച്ചയായും കാൽക്കുലേറ്റഡ് ഗസ് നടത്താതെ ഈ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എക്സാം ഒക്കെ എഴുതി ഒരു 51 റാങ്ക് എന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു? വിചാരിച്ച പോലെ റാങ്കൊക്കെ കിട്ടി? എൻ്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നൊരു വർഷമായിരുന്നു 2023 എന്ന് പറയുന്നത്. ഞാൻ 2022 LD ക്ലർക്കായി ജോലിക്ക് കയറി ജില്ലാ പോലീസ് ഓഫീസിൽ കണ്ണൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റിസൾട്ട് വരുന്നു, 2023 റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം നെക്സ്റ്റ് മന്ത്. അപ്പോൾ ആ ഒരു അതെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു വർഷമായിരുന്നു, ഒരു ഹാപ്പി മൊമെന്റ് ആയി. അപ്പോൾ ഈ ഒരു ജേർണിയിൽ, ലോങ് ജേർണിയാന്ന് പറഞ്ഞു, വിദേശത്ത് ജോലി ഉണ്ടായിരുന്നു. PSC എന്നൊരു ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഡിസിഷൻ എടുക്കാനുള്ള കാരണം പറയുകയാണെങ്കിൽ വലിയ ബ്രോഡായിട്ടുള്ള കാരണങ്ങളാണ്. പിന്നെ കമ്പനി പ്രൊജക്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ്, അപ്പോൾ നമ്മളെ റിലീവ് ചെയ്തു. അങ്ങനെ കോവിഡിൻ്റെ ഒരു മുന്നോട്ട് ഒരു നാട്ടിലേക്ക് വന്നു. അപ്പോൾ സ്ഥിര ജോലി വേണമെന്നുള്ളൊരു ഒരു ഐഡിയയിലാണ്. ഇപ്പം പ്രൈവറ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാം, നാളെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിലും നാളെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു അൺസർട്ടനിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോൾ ജോലി ഉണ്ടാവുമോ എന്നറിയില്ല. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് എന്നാൽ കഴിയുന്ന വിധം ഒരു ജോലി ഈ ഏജ് ഓവർ ആവുന്നതിന് മുമ്പ് പിടിച്ചെടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും ചെയ്തു. ഈ ലോങ് ജേർണിയിൽ ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട്, ഫാമിലി ഫ്രണ്ട്സ് എല്ലാ കാലവും സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ടുള്ളവരാണോ എല്ലാവരും? ഫാമിലി ആണ് ഏറ്റവും ബേസായി എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തത്. ഉപ്പ, ഉമ്മ, സഹോദരൻ, അവരെല്ലാവരും. പിന്നെ പുറത്തുള്ളവർ അത്ര സപ്പോർട്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലും ഓൺലൈൻ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ ഇരുന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു കാരണം അത് തന്നെയാണ്. ഇതാണ് ചുറ്റുമുള്ളവരുടെ ചോദ്യം. ഓക്കെ, ഇനി ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റിന് പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരുടെ പേരുകളായിരിക്കും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ ഒരു എൻ്റയർ ജേണിയിൽ? ഒരുപാട് വ്യക്തികൾ പറയും. കാരണം വെച്ചാൽ എൻ്റെ ജേണി എന്ന് പറയുന്നത് ഫാമിലി തുടങ്ങുകയാണ്. ഫാമിലിയിൽ നിന്ന് ജോലിയില്ലാതെ നടക്കുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട്, പിന്നെ സുഹൃത്തുക്കൾ. ഞങ്ങൾക്ക് നാട്ടിൽ കമ്പനി സ്റ്റഡി ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത്. പിന്നെ ഈ കോച്ചിങ് സെൻറ്റർ കഴിഞ്ഞ് വന്ന് ഈ നാട്ടിൽ കമ്പനി സ്റ്റഡി, അത് കഴിഞ്ഞ് കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആയപ്പോൾ നമുക്ക് നാട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴാണ് നമ്മൾ ടെലിഗ്രാമിലേക്ക് വരുന്നത്. ടെലിഗ്രാമിലും എനിക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കട്ടച്ചങ്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ പേര് പറഞ്ഞാൽ എല്ലാവരുടെ പേര് പറയേണ്ടി വരും. അപ്പോൾ ഡിഫറെൻറ്റ് തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഓരോ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാനും ഓരോ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട്
അവതരിപ്പിക്കൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ ഒരു ലോങ് സപ്പോർട്ട് കിട്ടിയിരുന്നു. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വരുന്നുണ്ട്. പലരും പകുതിക്ക് വെച്ച് നിർത്തി പോകുന്ന ആൾക്കാരുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നവർക്കാണ് വിജയമുള്ളൂ. അതിനൊരു എക്സാമ്പിൾ കൂടിയാണ് യൂസഫ്. അപ്പോൾ പുതിയ ആസ്പിറൻസിനോട്, ഉദ്യോഗാർത്ഥികളോട് എന്ത് അഡ്വൈസാണ് യൂസഫിന് നൽകാനുള്ളത്? എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നിർത്തിപ്പോകാതെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമ്മൾ എന്ത് മാറ്റങ്ങൾ വരും, PSC കണ്ടിന്യൂസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് അപ്പം നമ്മൾ അതിനെതിരെ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി ആ മാറ്റങ്ങളെ നമ്മൾ ഫേസ് ചെയ്ത് നിർത്താതെ, ഒരു എക്സാം കിട്ടിയില്ല എന്നുകൊണ്ട് നിർത്താതെ അടുത്ത എക്സാമിനായി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ആര് ഈ ജേണിയിൽ കണ്ടിന്യൂസ് ആയി പെർസിസ്റ്റൻ്റായി മുന്നോട്ട് പോകുന്നു അവരുടെ കൂടെ എന്തായാലും വിജയം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ടച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എക്സാം വന്ന് ക്രാക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റട്ടെ. ഇത്ര നേരം നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി. PKPSC കോർണറിൻ്റെ ഭാഗത്തു നിന്ന് താങ്ക് യു സോ മച്ച്. താങ്ക്സ്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 51ാം റാങ്ക് കരസ്ഥമാക്കിയ യൂസഫാണ്. കൺസിസ്റ്റൻ്റ് ആയി പഠിച്ചു, ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചു, ഒപ്പം PKPSC കോർണറും. ഇനിയും നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കും PKPSC കോർണറിൻ്റെ ഭാഗമാകാം. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അടുത്തൊരു സക്സസ് സ്റ്റോറിയുമായി കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. PKPSC Corner. Craft your future.